ഇപ്പൊ പണ്ടൊക്കെ നോക്കും അല്ലെങ്കിൽ ഈ അടുത്തൊക്കെ ഗവൺമെന്റിന് ഇടയ്ക്ക് ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെയ്യും, ലൈക് പ്രൊട്ടസ്റ്റും എല്ലാം നിർത്താൻ വേണ്ടി. അപ്പോൾ ചിലപ്പോൾ ഫിൽട്ടർ അടക്കം ചെയ്യാറുണ്ട് നമ്മുടെ കമന്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇപ്പത്തെ യൂസ് ഭയങ്കര ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ ഇതിൽ ഭയങ്കര കൂടുതലായിട്ട് ആർക്കും എന്തും പറയാം അങ്ങനത്തെ രീതിയിൽ ആവുന്നുണ്ടല്ലോ. അത് കള്ളത്തരാണ്. അങ്ങനെ എല്ലാവരും എല്ലാം പറയത്തൊന്നുമില്ല. ആരെന്ത് പറയുന്നത്, ഞാനെന്ത് പറയുന്നത്, ഞാനൊന്നും പറയുന്നൊന്നുമില്ല. ശരിക്കും പറയാം ഇങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഞാൻ എന്നിട്ട് എന്തോരം കൺട്രോൾ ചെയ്തിട്ടും അല്ലെങ്കിൽ ഈ സൊസൈറ്റിയിൽ മൈരെന്ന് പറഞ്ഞ വാക്ക് വലിയൊരു മൈരല്ലാത്തതുകൊണ്ടാണ് ഞാൻ മൈര് യൂസ് ചെയ്യുന്നത്. അല്ലാത്ത വേറെ ഒരു തെറിയും ഞാൻ യൂസ് ചെയ്യുന്നില്ല. വളരെ കൺട്രോൾഡാണ്. എനിക്കിത് കൂടുതൽ പറയാൻ അറിയാത്തതുകൊണ്ടാണ്. അങ്ങനെ എല്ലാവരും എല്ലാം പറയുന്നൊന്നുമില്ല. പിന്നെ ഏറ്റവും കൂടുതൽ പറഞ്ഞ ആളായിട്ട് ചിലപ്പോൾ ഇവര് കാണിക്കുന്ന എന്നെയൊക്കെയാണ്. ഈ കൂടുതൽ തെറി വിളിച്ചുകൊണ്ട് എത്രയോ വീഡിയോകൾ പച്ചത്തെറി, കൊച്ചു കുഞ്ഞു തെറി വിളിക്കുന്നുണ്ട്. ഈ കമന്റ്സിലൊക്കെ ഭയങ്കര തെറി വിളിയും ഏറ്റവും കൂടുതൽ തെറി വരുന്നത് കമന്റ്സിലാണ്. അല്ലാതെ ഒരു ബ്ലോഗർക്കോ ഒരു മനുഷ്യനോ പുറത്തിറങ്ങുന്ന അത്രയും തെറി പറയാനോ അത്രയും വൃത്തികേട് പറയാനോ പറ്റത്തില്ല. അങ്ങനൊന്നും ചെയ്യത്തില്ല. പിന്നെ ഫേക്ക് ഐഡിയയിലൊക്കെ വന്നിരുന്ന് പറയുന്നവരുണ്ട്. ചിലർ ഒറിജിനൽ ഐഡിയ ആണെങ്കിൽ പറയും. ഇവിടെ അവരോട് ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ നേരിട്ട് എന്ന് പറയുന്നത് പക്ഷെ അതൊന്നും ഉപദ്രവകരമായ ഒരു തെറിയാണെന്ന് എനിക്ക് തോന്നിയില്ല. ചില ഒരു റിലാക്സേഷൻ പോലെ തോന്നി അതൊക്കെ കേൾക്കുമ്പോൾ. അല്ലാതെ തെറി പറയുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ ആർക്കെങ്കിലും ഒരു ദേഷ്യം ഉണ്ടാകില്ല, ഒരു ഇഷ്ടക്കേട് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് പറയുന്നത് നല്ലതാണെന്നേ പറയത്തുള്ളൂ. അല്ലെങ്കിൽ ആ ആഗ്രഷൻ ചിലപ്പോൾ അവിടെ ഇരുന്നിട്ട് അതിൽ കൂടുതലൊക്കെ ചെയ്യാവുന്ന ആൾക്കാർക്ക് ഇറങ്ങേണ്ടി വരും. അതിന് മുമ്പ് തന്നെ ഇതൊക്കെ പറഞ്ഞു തീർക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു ദേഷ്യം വന്നു അങ്ങനെ ഒന്ന് കാണിച്ചു എന്ന് പറഞ്ഞല്ലേ ഉള്ളൂ. അല്ലെ ഞാൻ പറഞ്ഞ എനിക്ക് ദേഷ്യം വന്നിട്ട് ഒരുത്തിൻ്റെ തലക്കിട്ട് പോയി അടിച്ചോ അല്ലെ അവിടെ ചെന്നിട്ട് ഇതേപോലെ ബാലയൊക്കെ ചെയ്യുന്ന അങ്ങോട്ട് ചെന്ന് കയറാതെ ഞാൻ പോകത്തില്ല. എന്നെ എന്താ തെറി വിളിക്കുന്നില്ല, ഇതിൽ കൂടുതൽ ഇത് തന്നെ വിളിച്ചിട്ടില്ലേ, എന്തെല്ലാം കാര്യങ്ങൾ ഇത് ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോലീസുകാരോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാകും, നിങ്ങൾക്ക് ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റാത്തൊരു അല്ലെങ്കിൽ ഒരാളെയും പിടിക്കാൻ പറ്റാത്തൊരു ഏരിയയാണ് കമൻസ്. ഇവിടുത്തെ കുട്ടികൾ തെറി കേട്ട് പഠിക്കുന്നുണ്ടെന്ന് പറയുന്നത് യൂട്യൂബ് വീഡിയോസ് എന്നല്ല, വീഡിയോസ് ഉണ്ടില്ലെന്നല്ല, പക്ഷേ വായിക്കാൻ പഠിക്കുന്ന ഒരു കുട്ടി തീർച്ചയായിട്ടും ഇതേപോലത്തെ സോഷ്യൽ മീഡിയ കയറിയിട്ടുണ്ട്. അവർ കൂടുതലും കേരളത്തിൽ കാണുന്നത് വാർത്താ ചാനലുകളുടെ അടിയിലാണ് ഈ കമൻസ് വരുന്നത്. തെറി പിന്നെ പച്ച കളർ മറ്റേ വൃത്തികേടുകൾ ഇതെല്ലാം വാർത്താ ചാനലിൻ്റെ അടി വരുന്നുണ്ട്. ഇവർക്കൊരു ഉത്തരവാദിത്വം ഇല്ലേ? ഈ ചാനലുകാരെന്താ ഇത് ഡിലീറ്റ് ചെയ്യാത്തത്? അത്രയും കമൻസിന്റെ പ്രസക്തി എന്താ അവിടെ? അല്ലാത്തൊരു ഫിൽറ്റർ വേണം തോന്നിയിട്ടുണ്ട്. ഇവിടെ ഫിൽറ്റർ ചെയ്യേണ്ടതാണ് കമന്റ്സ് ആണ്. അത് നമ്മുടെയൊക്കെ പേജ് നമ്മൾ ഇടുന്നത് നമ്മൾ തെളിവായിട്ടോടെ വെച്ചേക്കാം. മീഡിയക്ക് അതിന്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ സോഷ്യലി ഉള്ള ഒരു റെസ്പോൺസ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഇഷ്യൂ ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കമന്റ്സ് വരുന്നത് നല്ലതാണ്. നമുക്ക് അതിനകത്ത് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മുടെ തലേ തെളിയാത്ത വല്ലതൊക്കെ അവിടെ തെളിയും. പക്ഷെ ഇതെന്തോ ചുമ്മാ ഓരോ തെറി കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് സിനിമാടൻ മോഹൻലാലിന്റെ ഫാൻസാണ്. മനസ്സിലായില്ലേ? അത് പൊങ്കാല നടത്തി എന്ന് പറഞ്ഞു പലരുടെയും പ്രൊഫൈലിൽ കയറി ചെന്ന് തെറി വിളിക്കുന്നവരുണ്ടാകും. അന്നാ ഞാൻ ഇവർക്കെതിരെ പോസ്റ്റ് ഇട്ടിട്ട് അവർ എന്നെ ഒരാഴ്ച തെറി വിളിച്ചത്. അങ്ങനത്തെ ഞാൻ പറഞ്ഞത് അതിന് വേണ്ടിയിട്ടല്ല, ഞാൻ കമൻസ് വെച്ചിട്ടല്ല ഞാൻ ചെയ്തത്. പക്ഷേ ഈ മോഹൻലാൽ എന്ന് ഇവരെ ആരാധിക്കുന്ന ആളെ ഞാൻ നിരന്തരം പോസ്റ്റ് ഇട്ട് വെറുപ്പിക്കാറുണ്ട്. കാരണം ഇവർക്ക് ഈ ഉള്ള ആരാധകരുടെ ആ ഗ്രൂപ്പൊക്കെ സത്യം പറഞ്ഞാൽ പൊട്ടേണ്ടതാണ്. അവരാണ് ഏറ്റവും കൂടുതൽ തെറി കാണിച്ചേക്കുന്നത് ഇവിടെ. തെറി മാത്രമല്ല, എന്തെല്ലാം വൃത്തിയായിട്ട് രീതിയിൽ പോസ്റ്റേഴ്സ് ഉണ്ടാക്കും. നാളെ നിങ്ങൾ കിടന്ന് ഇവന്മാർ വലിയ ഗ്രൂപ്പ് ഉണ്ടാക്കും. അങ്ങനത്തെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടായത് കണ്ടിട്ട് പോലും മിണ്ടാതിരുന്നവരാ. എന്നുവെച്ചാൽ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ത്രെട്ടാണ്. ആ ഗ്രൂപ്പിൽ നിന്നൊക്കെ പിന്നെ വയലൻ്റായിട്ടുള്ള കൂടുതൽ ഫിൽട്ടർ ചെയ്ത് അവർ പോകും. മനസ്സിലായോ? അത് കമൻസിന് പ്രത്യേകത ഉണ്ട്. കമൻസ് ഇവിടുത്തെ മോശം കമൻസ് അടിക്കുന്നത് അവിടെയാണ് കൂടുതൽ. അല്ലാതെ വീഡിയോയിലൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല. എൻ്റെ അറിയാൻ ഞാൻ പറഞ്ഞിട്ടില്ല ഇത്രയൊന്നും. അത് കമൻസൊക്കെ അവിടെ അതുപോലെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാനൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ മീഡിയാസിന് ഡിലീറ്റ് ചെയ്യാം. കാരണം എൻ്റെ ഒന്നും പേജ് കയറി കാണണമെന്നൊരു നിർബന്ധമില്ല. 18+ വീഡിയോസ് ആണെന്ന് പറഞ്ഞിട്ടുള്ളൂ. യൂട്യൂബിലൊക്കെ ആണെങ്കിൽ നോട്ട് മെയ്ഡ് ഫോർ കിഡ്സാണ്. അത് അവിടെ ഓൾറെഡി കിഡ്സിൻ്റെ മുന്നിൽ ചെല്ലാൻ പാടില്ല. യൂട്യൂബിൽ നല്ല റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഫേസ്ബുക്കിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവരിത് കണ്ടെത്തുന്നതൊക്കെ ഇതിനകത്താണെങ്കിലോ ഇത് എറിയുന്ന സാധനം മീഡിയക്കാർ ശ്രദ്ധിക്കണതാണ്. അവരിതുവരെ ഒന്നും ചെയ്തില്ലല്ലോ. അപ്പോൾ പിന്നെ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവരെ പിടിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളെയൊക്കെ പറ്റത്തുള്ളൂ പിടിക്കാൻ. എളുപ്പമുണ്ടല്ലോ, നാളെ അറിയാമല്ലോ, എവിടെ താമസിക്കുന്നതെന്ന് അറിയാം. മറ്റേതാണ് തപ്പാൻ പോയാൽ ഫേക്ക് ഐഡിയെന്ന് ടെക്നിക്കലി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് കണ്ടെത്താനുള്ള ആൾക്കാർ വേണം. അതിന് ശമ്പളം കൂടുതൽ കൊടുക്കണം. ഇതൊക്കെ ആകുമ്പോൾ ഏതൊരുത്തും വിചാരിച്ചാലും അതുകൊണ്ട് അവിടെ യൂട്യൂബർ ഉണ്ട്, വീഡിയോടാണ്, വളരെ വിസിബിളാണ്, അവിടെ കയറി കാണിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട. പക്ഷെ മറ്റിടത്ത് പണിയുണ്ട്, കഴിവും വേണം. ഇത് രണ്ടും ഇല്ലാത്തവർ ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അവരെ കൊണ്ട് പറ്റുന്ന കാര്യം അവർ ചെയ്യുന്നെന്നുള്ളതേ ഉള്ളൂ. ഞാൻ അങ്ങനെ മനസ്സിലാക്കിയത്. കാരണം ഇപ്പോൾ ഇവിടെ ഇപ്പോൾ തട്ടിപ്പുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ഫോണിൽ മെസ്സേജ് കേൾക്കുക. നമ്മൾ വേറെ ഒരു രാജ്യത്ത് ഈ ശബ്ദം കേൾക്കത്തില്ല.
നിങ്ങൾ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞ് വിളിച്ചാൽ പോയി കാശ് കൊടുക്കരുത്, CID വിളിച്ചെന്ന് പറഞ്ഞാലോ ജഡ്ജ് വിളിച്ചെന്ന് പറഞ്ഞാൽ പോലും ഇവിടെ അറ്റൻഡ് ചെയ്യരുതെന്നാണ് പറയുന്നത്. കേട്ട് കഴിഞ്ഞാൽ OTP വരും, മറ്റു വരുന്നത് ഫോണിൽ കൂടി വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന രാജ്യം ഇന്ത്യ മാത്രമേ ഉള്ളതെന്നാണ് തോന്നുന്നത്. ഇവിടെ അത്രയും തട്ടിപ്പ് നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ആ തട്ടിപ്പ് നടത്തുന്നവർ നമ്മുടെ ഈ ഗവൺമെൻറ് സിസ്റ്റത്തിൽ നിൽക്കുന്ന ഇതിനെ പ്രൊട്ടക്ട് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പ് വന്നിട്ടുള്ള ആൾക്കാർ വീക്ക് ആയതുകൊണ്ടാണ്. അവരുടെ ടെക്നോളജി വീക്കാണ്, അവരുടെ ആളുകൾ കേപ്പബിലിറ്റി കുറഞ്ഞവരാണ് മറ്റവരെക്കാളും. എല്ലാം അവരിത് ഇറങ്ങുമ്പോൾ ആദ്യം അവരെ പിടിക്കത്തില്ലേ. അവർ യൂട്യൂബ് ചാനൽ ഇട്ടിരുന്നേ അവരെ പിടിച്ചേനെ, പക്ഷെ അത് ചെയ്യാൻ പറ്റത്തില്ല, നിസ്സഹായ അവസ്ഥയാണ്. അപ്പോൾ എന്താ മനസ്സിലായി, ഇപ്പോൾ ഒരു ഹാക്ക് ചെയ്യുന്ന സംഭവം നടക്കുന്നു. ഇപ്പോൾ ഹാക്കർ മറ്റേ സോഫ്റ്റ്വെയർ കമ്പനിയേക്കാളും ബിരുദനായതുകൊണ്ടാണ് ഹാക്ക് ചെയ്ത് ഈ സാധനം നശിപ്പിക്കാനൊക്കെ പറ്റുന്നത്. അത് കഴിയുമ്പോൾ ഗൂഗിളൊക്കെ ചില ഹാക്കേഴ്സിനെ തന്നെ ജോലിക്ക് കൊടുത്തിട്ട് കണ്ടെത്തിയിട്ട് അവരെ പിടിച്ചിട്ട് ശിക്ഷിക്കാനല്ല വിടുന്നത്, അവനെ കൊണ്ട് അവിടെ ജോലി എടുപ്പിച്ചിട്ട് അതേപോലത്തെ ഒരു ഹാക്ക് പിന്നെ നടക്കാതിരിക്കാനുള്ള ഈ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സൊക്കെ എടുക്കും. ഇത് ഇവിടെ അത് അയാളെ കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് അയാളെ ജോലിക്ക് എടുക്കാൻ പറ്റത്തില്ല. കണ്ടുപിടിച്ച ചിലർ അവർ ജോലിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. എനിക്കറിയാവുന്ന ഒരു ഹാക്കറെയൊക്കെ എത്തിക്കൽ ഹാക്കേഴ്സ് ആക്കി മാറ്റുന്നുണ്ട്. അങ്ങനെ അവർ ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തോ കാരണവശാൽ ഇവിടെ മറ്റേ പിൻവാതിൽ നിയമനങ്ങൾ, PSC പോലത്തെ ഒരു തൊലിഞ്ഞ പരീക്ഷയ്ക്ക് പാസ്സായി കയറുന്ന ആൾക്കാർ എന്തോ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് പോലീസായവരും പട്ടാളത്തിൽ പോയവരും ഒക്കെയാണ്. അല്ലാതെ ഇതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ളവരായിരിക്കത്തില്ല പലരും. ഇവിടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഫെയിലിയർ ആയതുകൊണ്ട് തന്നെ പലരും അവരുടെ ഇഷ്ടത്തിനല്ലല്ലോ ജോലി എടുക്കുന്നത്. എല്ലാവരും എഞ്ചിനീയർ ആക്കാനും ഡോക്ടർ ആക്കാനും പറഞ്ഞു വിടുന്ന ഒരു നാട്ടിൽ അതേ രീതിയിൽ പഠിപ്പിച്ചുകൊണ്ട് വരിക. ആ സിസ്റ്റം അവിടെ മാറിയിട്ടില്ല. ഫസ്റ്റ് ഫെയിലിയർ അവിടെ നടന്നു കഴിഞ്ഞു. ലോകം മൊത്തം മാറിയിട്ട് ഇവിടെ എഡ്യൂക്കേഷൻ സിസ്റ്റം മാറുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് കഴിവുള്ളവരാണോ വരുന്നത്, ഇവർക്കിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടോ? നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾക്കുണ്ടല്ലോ ഒരു ജോലി ചെയ്യുന്നതായിട്ട് ഒരു തോന്നത്തില്ല, അയാൾ ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ചെയ്തുകൊണ്ടിരുന്നത്. മാത്രമല്ല അതിനകത്ത് അയാളായിരിക്കും ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് വരുന്നത്. അങ്ങനെ ഒരു 100 പേര് മതി. അതൊരിക്കലും ഇവിടെ ഉണ്ടാകത്തില്ല. കാരണം അങ്ങനെ ഒരാൾ അടുത്തൊരു കഴിവ് കാണിച്ചാൽ അവനെ ഇപ്പോൾ ഫുട്ബോൾ കളിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അവന് ഒരു കാരണവശാലും രക്ഷപ്പെടത്തില്ല ഈ നാട്ടിൽ. അല്ല എന്തെങ്കിലും മറ്റെന്തെങ്കിലും സ്കിൽസ് ഉള്ള ആൾക്കാരെ ആടുകമേ പോലെ മറ്റേ പാട്ടുപെട്ടി എടുത്ത് തീക്കകത്തിടുന്ന അപ്പനും പേരൻസും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. സിസ്റ്റം മൊത്തത്തിൽ അങ്ങനെ. ആ സമയം ഇപ്പോൾ ഒരു കാർപ്പൻട്രിയിൽ ഒരാൾക്ക് സ്കില്ലുണ്ട്, അയാൾ അത് വെച്ച് ജീവിക്കും. ഇവിടെ എല്ലാവരും ഇതെല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെയല്ലേ ചെയ്യുന്നത്. പിന്നെയും എഞ്ചിനീയേഴ്സാണെന്ന് പറഞ്ഞുകൊണ്ട് പാസ്സായി കഴിഞ്ഞിട്ട് അവരെല്ലാം ചായക്കട വരെ നിൽക്കേണ്ട ഗതികേട് ഉണ്ടാക്കിയിട്ടുണ്ട്. ശരിക്കും അയാൾ ചായക്കടയിലായിരിക്കത്തില്ല നിൽക്കുന്നത്, അയാൾ ചിലപ്പോൾ വേറൊരു നല്ലൊരു ഫുട്ബോളർ ആവേണ്ട ആളായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് കളിക്കാരനായി മാറി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവേണ്ട ഒരാളെ പിടിച്ചിട്ട് വേറെ സ്ഥലത്ത് കൊണ്ട് നിർത്തും. അപ്പോൾ അവന് ചായയുടെ പോലും നടക്കത്തില്ല നന്നായിട്ട്. അതിൻ്റെ ജീവിതം തന്നെ ബുദ്ധിമുട്ടി ആൾ ചെയ്യും. പിന്നെ ഇതുമായിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളങ്ങ് പൊരുത്തപ്പെടും. മനസ്സിലായല്ലേ? മനുഷ്യനെല്ലാം സർവൈവ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ സർവൈവൽ മോഡിലാണ് ഇവിടെ ഉള്ളവരൊക്കെ. അല്ലാതെ ലൈഫ് അല്ലെങ്കിൽ ഹാപ്പിനെസ് ഇതിനെപ്പറ്റിയൊന്നും ധാരണയില്ല. അവർക്ക് സന്തോഷിക്കാൻ അറിയത്തില്ല. നല്ല ഒരു സന്തോഷം ഉണ്ടോയെന്ന് വെച്ചാൽ എല്ലാവരും ഡിപ്രഷനിലും ഒക്കെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവർക്കും ട്രോമ, എല്ലാ പെണ്ണുങ്ങളും പീഡിപ്പിച്ച് ഒന്നെങ്കിൽ തുണി നോക്കി കാണിച്ചിട്ടുണ്ട്, അല്ല കയറി പിടിച്ചിട്ടുണ്ട്. എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ട് ഈ അവസ്ഥ. അപ്പോൾ ഈ ആണുങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആണെന്ന് പറയുന്നു, പെൺപിള്ളേർ ഫ്രസ്ട്രേറ്റഡ് ആണ് പലയിടത്തും. അവർക്ക് ആ ഫ്രസ്ട്രേഷൻ പുറത്തിറങ്ങി ബസ്സിൽ കയറി പിടിക്കാൻ പോലും പറ്റാതെ നടക്കുന്നവരവർ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തോ എല്ലാവരും ഫ്രസ്ട്രേറ്റഡ്. ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് ഇന്ത്യയിൽ എവിടെ കിടക്കുന്നത്? എഡ്യൂക്കേഷൻ സിസ്റ്റം എവിടെ കിടക്കുന്നത്? എഡ്യൂക്കേഷൻ സിസ്റ്റം നല്ലതായ ഹാപ്പിനെസ് ഇൻഡെക്സ് തന്നെ കയറും. സന്തോഷമായിട്ട് ജീവിക്കാൻ അറിയത്തില്ല, ജീവിക്കാൻ പോലും അറിയത്തില്ല. ഇവർക്ക് കാശ് ഉണ്ടാക്കാനൊക്കെ അറിയാം. എങ്ങനെയും കുറേ പൈസ ഉണ്ടാക്കി ബാങ്ക് ഇട്ട് ഒരു വല്ലാത്തൊരു വീടും വെച്ച് ഒരു കാറും മേടിച്ച് കഴിഞ്ഞാൽ ലൈഫ് സെറ്റിൽ ഫാമിലിയിലാണ് എല്ലാം ഇരിക്കുന്നത് എന്നുള്ള തെറ്റിദ്ധാരണ വളർത്തൽ, അതൊക്കെ ഇവിടെ പ്രശ്നമുണ്ട്. എനിക്ക് എൽസവത്തിനെ മനസ്സിലാക്കിയെടുത്ത് പോലും ആ പ്രശ്നമുണ്ട്. സ്വത്തിൻ്റെ മാനസികമായ ഒരു ഇതെന്ന് പറയുന്നത് ഡോക്ടർ ആകാൻ MD എക്സാം എഴുതി അവരതിനകത്ത് കയറിയിട്ട് പോലും അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അവർക്കൊരു ഫാമിലിയിൽ ഉണ്ടായ പ്രശ്നത്തിലാണ് അവർ നിൽക്കുന്നത്. മനസ്സിലായോ? കരിയറിലൊന്നും ഒന്നും ആയിട്ടൊന്നും കാര്യമില്ലെന്നാ പറയുക. കുടുംബം വേണം, ഭാര്യയും കൊച്ചുമൊക്കെ ഉണ്ടെങ്കിൽ ഇവരെക്കാൾ മുന്നിലാകുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഫാമിലി ഇഷ്യൂ ശരിക്കും. ആ പെണ്ണിനെ സംബന്ധിച്ച് പീഡനങ്ങൾ വേറെ ഉണ്ടെങ്കിൽ പോലും മറ്റുള്ളവർ അവരുടെ കുടുംബത്തിലൊക്കെ അവർക്ക് ഡെസ്പാകുന്ന കൊച്ചിൻ്റെ ഭാവി നശിച്ചു. ഭാവി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭർത്താവും കൊച്ചും കൂടെ ഒന്നിച്ച് എന്നിട്ടോ അറേഞ്ച് മാരേജ് എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ നടത്തിയിട്ട് എല്ലാം ഡിവോഴ്സ് ആകുന്ന ഒരു സാധനം നടക്കും. ഒരു സൈഡിൽ ഡിവോഴ്സ് നടക്കുന്നുണ്ട്. അത് ഏത് സിനിമ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് കേരളത്തിലുള്ള മിക്ക സിനിമയും പ്രേമവും പാട്ടും സ്നേഹപ്പടം ഭയങ്കര പ്രചരണമാണ്. എല്ലാവരും ഒന്ന് സന്തോഷമായിട്ട് ജീവിക്കുന്ന സിനിമകളാണ് കൂടുതലും അങ്ങനെയാണ്, ഹാപ്പി എൻഡിങ്ങാണ്. അപ്പോൾ പ്രേമിക്കുന്നത് ഭയങ്കര എന്തോ വലിയ സാധനമാണ്. പാട്ടുകളെല്ലാം എന്തോ ലോല പാട്ടുകളാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാം ഡിവോഴ്സാണ്. അപ്പോൾ അതെന്ത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട്, ഏത് ഡിവോഴ്സ് സിനിമ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇത്രയും പേര് ഡിവോഴ്സ് ആയത്? അങ്ങനൊന്നും ഇല്ല. അത് പറയുന്നത് സിനിമയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലെന്നുള്ള ഈ നാട്ടിൽ. കാരണം ഇവിടുത്തെ സിനിമകൾ മോശമാണ്. സിനിമ എന്ന് പറഞ്ഞാൽ പന്ന സിനിമയാണ് മൊത്തം. ഇതേ കണ്ട് പണ്ടൊക്കെ നല്ല സിനിമ ഉണ്ടാകും കേട്ടോ. ആൾക്കാരുടെ ഇതുപോലുള്ള മാനസിക പ്രശ്നങ്ങളിലൂടെയും കുടുംബ പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്നുപോയി കുറച്ച് ഗുണമൊക്കെ ആൾക്കാർക്ക് പണ്ടൊക്കെ കുറച്ചെങ്കിലും ഉണ്ടാകും. ഇപ്പോൾ ഒട്ടുമില്ല. കാരണം ഈ നെപ്പോട്ടിക് കിഡ്സിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും?
അവർ ജീവിതാനുഭവം ഇല്ല. പഠിക്കാൻ പോയത് പലതും എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് സിനിമ വന്നവരല്ലേ ചിലരൊക്കെ. ഓരോരുത്തരെയൊക്കെ നിർബന്ധിച്ച് അഭിനയിപ്പിക്കുക എന്ന് പറയുന്നുണ്ട് സിനിമയിലൊക്കെ. പിന്നെ ഇവരുടെ എല്ലാം മക്കളൊക്കെ കൂടി ഉണ്ടായിരുന്നു. എന്ത് സിനിമ ഉണ്ടാക്കാനാണ്? അപ്പൻ സിനിമ നടനാണ്, മകൻ സിനിമ നടനാകും എന്നൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അതായത് ആ കാസ്റ്റ് സിസ്റ്റം പോലത്തെ ഒരു സാധനം ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇന്ന ജാതിപ്പെട്ടവൻ ഇന്ന തൊഴിൽ ചെയ്താൽ മതി എന്ന് പറയുന്ന പോലെ അതിപ്പോഴും ഉണ്ട്. ഡോക്ടർ ആവണമെന്നാണ് ഡോക്ടർമാർ വരെ ആഗ്രഹിക്കുന്നത്. അതുപോലെ സിനിമ നടനാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, കൂടുതൽ പൈസ കിട്ടുന്ന ഏരിയ നിൽക്കുന്നവരാണ് അത് നല്ല രീതിയിൽ ഉപയോഗിച്ച് പോകുന്നത്. അല്ലാതെ ഇപ്പോൾ പാവപ്പെട്ടവനാണെങ്കിലും അല്ലെങ്കിൽ ഇയാൾക്കൊരു ഈ പറഞ്ഞ മകന് എല്ലാവരും അങ്ങ് ഡോക്ടറാക്കാനല്ല ഇരിക്കുന്നത്, എല്ലാവരും എഞ്ചിനീയറാണ്. ഇപ്പൊ എല്ലാവരും സിനിമ നടനും കൂടെ ആയാൽ രക്ഷപ്പെട്ടു, കുടുംബം രക്ഷപ്പെട്ടു. അതിന് സ്വന്തം മക്കളെ വരെ കൂട്ടിക്കൊടുക്കാൻ ഇറങ്ങിയ തള്ളമാർ വരെ ഉണ്ട് ഇവിടെ. അതിനിടയിലാണ് മറ്റേ കാസ്റ്റിംഗ് വെച്ച് പോലത്തെ സംഭവങ്ങൾ നടക്കുന്നു. അതിന് എന്തോ ഹേമ കമ്മിറ്റിയുടെ അത്രയും സിവിയർ ആണെന്നോ ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെയൊക്കെ തേച്ച് വായിച്ച് കളഞ്ഞല്ലേ. ഇപ്പൊ മർഡർ കേസുകൾ കുറെ എടുത്ത് റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ഉദ്ദേശമൊക്കെ അതൊക്കെ തന്നെയാണ്. ഒരു തരത്തിൽ നോക്കിയാൽ കുറെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പൊ ഇല്ല, ഒരു പ്രശ്നമില്ല കേട്ടോ കേരളത്തിൽ. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണെന്നാ പറയുന്നത്. ഇതിലേക്ക് എത്തുന്നതിന് വേറെ സാധനങ്ങളുണ്ട്. ഈ ക്രൈം, ഇതിനകത്ത് ഈ ഡ്രഗ്സ് കച്ചവടം ചെയ്യാൻ ആളെ കിട്ടുന്ന എവിടുന്ന? തൊഴിലില്ലായ്മ. ഈ സാധനം പരിഹരിക്കാൻ പറ്റാതെ എങ്ങനെ ഈ തൊഴിൽ നിർത്തും? അവർക്ക് വേറെ ജോലി വേണ്ടേ? പലർക്കും ജോലി ഇല്ലെന്നേ. ജോലി ഇല്ലാതെ ചിലപ്പോൾ ഇതൊക്കെ അടിക്കാനുള്ള ടെൻഡൻസി കൂടും. പിന്നെ ഇതുപോലത്തെ സാധനം കച്ചവടം ചെയ്യുന്നവരിറങ്ങും. ഒരു 10 എണ്ണത്തിന് ജയിലിലിട്ടാൽ 100 എണ്ണം കച്ചവടം ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ഈ നാട്ടിൽ ഇത്രയും റിക്രൂട്ട് ചെയ്യാൻ പറ്റുമവർക്ക്. ഒരു മാഫിയ വിചാരിച്ചാൽ ഇവിടെ എന്തും നടക്കും. കാരണം പോലീസിന്റെ കിട്ടത്തില്ല ഇവരെ. ഇത്രയും ജനകോടികൾ, ഏറ്റവും കൂടുതൽ പെറ്റുകൂട്ടിയ മനുഷ്യർ 140 കോടി ജനം ചൈന വരെ കടത്തി വെട്ടി. ആ കാര്യത്തില്ല. ചൈന പുരോഗമിക്കുക ചെയ്യുന്നത്, ഇവിടെ നേരെ അധപ്പതിക്കുക ചെയ്യുന്നത്. ഇവിടുത്തെ മെയിൻ കച്ചവടം ചിലപ്പോൾ MDMA കച്ചവടം കൊണ്ടൊക്കെ ആയിരിക്കും പലരും ജീവിച്ചു പോകുന്നത്. കള്ള് കച്ചവടവും ഇതുപോലത്തെ ഇല്ലീഗൽ പരിപാടികൾ നടത്തിയാൽ ഇവിടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. നേരെ പോകുന്ന പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസമൊക്കെ നമ്മൾ ലോക്കപ്പ് നിൽക്കേണ്ടി വരും. അല്ലാത്തവനൊന്നും കണ്ടില്ലേ, ഇത്തിരി കള്ളന്മാരെയൊക്കെ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് നടക്കുകയും ചെയ്യും. നമ്മളങ്ങനെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ട തൊപ്പിയൊക്കെ വലിയ എന്തോ ഹവാലൊക്കെ പറഞ്ഞ് കഥ അടിച്ചു വെക്കുന്നു. മണവാളെന്ന് പറഞ്ഞൊരു യൂട്യൂബർ പാവം, അവൻ വണ്ടി ഓടിച്ചു മുന്നിലെടുത്ത് വീണെന്ന് അവന്മാര് കേസെടുക്കുന്ന, ഇടിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്ന്. മണവാളൻ അത് ഫെയിം ഉള്ളത് കൊണ്ടാണ് ആ സാധനം വരുന്നത്. മണവാളനെ യാതൊരു പരിചയമില്ലാത്ത ഒരാളാണ് ഇവന്മാർ ആ കേസ് എടുക്കത്തില്ല, അറിയോ? ഇവര് കൊണ്ടുകൊടുത്തിട്ട് എടുക്കുന്നില്ലല്ലോ പലതും. അല്ല ഇത്രയും കണ്ടല്ലോ, യൂട്യൂബിലാണല്ലോ ഇതെല്ലാം കണ്ടത്. ഈ പെങ്കൊച്ചിരുന്ന് കരയുന്നതും റേപ്പ് എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുന്നുണ്ട് അവര്. അത്രയും സിവിയർ ആയിട്ടൊരു മർഡർ എന്ന് ഉപയോഗിച്ചാലും ചിലപ്പോൾ ഇനി കുറച്ച് കഴിയുമ്പോൾ അത് നമ്മൾ പരാതി കിട്ടുന്ന നമ്പരൊന്ന് വെയിറ്റ് ചെയ്യാം, അവരൊന്ന് പറയട്ടെ. കൊല്ലുന്ന എളുപ്പമാ. മറ്റേ പണ്ട് നമ്മുടെ കൃഷ്ണൻകുട്ടി നായർ ഒരു സിനിമയിലുണ്ടല്ലോ, മൂക്കില്ല രാജ്യത്ത് ഒരു പടമുണ്ട്. അതിനകത്ത് ഇയാൾക്ക് കൊട്ടേഷൻ വലിയ ഗുണ്ടാ തലവനാണ്. അതിനടുത്ത് ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, കൊല്ലുന്നതാണ് എളുപ്പം, കൊന്നു കഴിഞ്ഞാൽ പിന്നെ കൊന്നവന്ന് പരാതി കൊടുക്കത്തില്ലല്ലോ. മനസ്സിലായോ? എന്നിട്ട് ലാസ്റ്റ് ചോദിക്കുന്ന കൊല്ലാനുള്ള ആളെ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇതാണ് കൊടുത്ത. അതാണ് ശരിക്കും പറഞ്ഞ ആലോചിച്ച് കൊന്നു കഴിഞ്ഞാൽ അതിന് സാധ്യത ആയിക്കൊണ്ടിരിക്കും. പഴയ തമാശകളൊക്കെ ഇപ്പൊ ഇവിടെ സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. കൊന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, ആള് പോയി, പിന്നെ ആര് പരാതിയില്ലൊന്നുമില്ല, രക്ഷപ്പെട്ട്. തല്ലിക്കഴിഞ്ഞാൽ വന്ന് പരാതി പറയുമെന്ന്. ഇപ്പൊ തല്ലിന്ന് പറഞ്ഞാൽ പരാതി പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. സത്യത്തിൽ ഈ ബാലയുടെയും എൽസത്തിന്റെ ഇഷ്യൂവിനകത്ത് ചെറുതായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ട് കണക്ഷൻ ഉണ്ട്. കാരണം ഒരു സിനിമ മേഖല പ്രവർത്തിക്കുന്നിടത്തിനാണ് ഇറങ്ങി നടന്ന് ഈ പണിയൊക്കെ കാണിച്ചിരിക്കുന്നത്. സിനിമാ മേഖല ചെയ്യുന്നവർ എന്തുകൊണ്ട് കുറച്ചുകൂടെ എന്താ പറയുക ശ്രദ്ധിക്കപ്പെടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് നമ്മൾ സാധാരണക്കാരെക്കാളും ഇപ്പൊ എനിക്ക് റീച്ചുണ്ട്, എനിക്ക് വേണേൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ കുറെ ആൾക്കാർ, നമുക്ക് കണ്ടുപരിചയമുള്ളവരൊക്കെ വേണമെങ്കിൽ പറ്റിക്കാനും തട്ടിക്കാനും ഒക്കെ ഒരുപാട് അവസരങ്ങളാണ്. അതുപോലത്തെ ആൾക്കാരുമാണ്. നമുക്കറിയാമല്ലോ, ആൾക്കാരെ കാണുമ്പോൾ പരിചയപ്പെടുമ്പോൾ പറയാം ഇത് പൊട്ടാണെന്ന് മനസ്സിലാവും. അതുപോലത്തെ ഒരു ഈ സമൂഹത്തിൽ ഇവരെ ശരിക്കും പറഞ്ഞൊരു ക്യാരക്ടറായിട്ടാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത്. ആ ക്യാരക്ടർ കണ്ടിട്ടാണ് ഇവർക്ക് ഇഷ്ടപ്പെടുന്നത്. ശരിക്കും റിയാലിറ്റിയിൽ ഈ മനുഷ്യൻ ഇങ്ങനെ അല്ല. ഇപ്പോൾ ബാലയെ പോലത്തെ ഒരാളെ ഒരു പെങ്കൊച്ച് ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അവൻ്റെ ക്യാരക്ടേഴ്സ് കണ്ടു, അവൻ ഡാൻസ് കളിക്കുന്നത് കണ്ടു, അല്ലെങ്കിൽ കാണാൻ ഭയങ്കര ലുക്കുണ്ട്, നല്ലവനാണ്. പോരാത്തതിന് ഈ അമൃതയുടെ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞിട്ട് ബാല നിരന്തരം അമൃതയെ കുറ്റം പറയുമ്പോൾ അമൃതയുടെ ഭാഗത്തൊന്നും ഒരു സാധനം വന്നിട്ടില്ല. അപ്പോൾ എൽസോത്ത് വിചാരിക്കുന്നത് എന്താ, അവൾക്കെന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ ഇവിടെ എന്തോ ഫാമിലി ഇഷ്യൂ കാരണം പാവപ്പെട്ട ബാല കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സെന്റിമെന്റ്സ് വീഴുന്ന എൽസോത്തിനെ പോലത്തെ 100 പേരോടെ വന്നിരുന്നു. അതിനകത്ത് കറക്റ്റായിട്ട് പിക്ക് ചെയ്യുന്ന ബാല, അല്ലാതെ എൽസോത്ത് ഒരാൾ മാത്രമല്ല ബാലയുടെ അടുത്ത് പോയി പെട്ടത്. അപ്പോൾ ഒരു 100 പേര് ചെന്ന് കയറാൻ പറ്റുന്ന സാഹചര്യം ഇവരുടെയൊക്കെ ഈ ഇതിലുണ്ട്, ആ ഒരു ഫെയിമിലുണ്ട്. അപ്പോൾ ഇവർ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെൺപിള്ളേർക്ക് അവരെ ഇഷ്ടപ്പെടും. ചിലപ്പോൾ വല്ല തട്ടിപ്പ് നടത്താൻ ഇവർക്ക് പറ്റും. പെണ്ണുങ്ങളുടെ വിഷയത്തിൽ മാത്രമല്ല പണത്തട്ടിപ്പും എല്ലാം നടത്താൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇവരെ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അതിൽ ഇവരെ അങ്ങനെ അങ്ങ് വിടാൻ പറ്റത്തില്ല.
മനസ്സിലായി? കൂടുതൽ സ്വാധീനമുള്ളവർ, പൊളിറ്റീഷ്യൻസ്, ഈ പോലീസ്, അല്ലെങ്കിൽ അധ്യാപകർ, ഇങ്ങനത്തെ പവർഫുൾ പൊസിഷനിലിരിക്കുക, അങ്ങനെയുള്ള സ്ഥലത്തോട്ടുള്ളവർ ചെയ്യുന്ന അവർക്ക് എളുപ്പമാണ്. സാധാരണക്കാരായ ചെറുപ്പക്കാർ, ഒരു അറിവില്ലാത്ത പിള്ളേരല്ല സിനിമ കണ്ടിട്ട് ചാടി കയറി ചെല്ലുന്നത്. അപ്പോൾ അവരെ തീർച്ചയായിട്ടും വിശ്വസിക്കാൻ പറ്റും. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നൊക്കെ പറയുന്ന സാധനത്തിന് ഒരു പ്രസക്തിയില്ല. അതൊക്കെ ഇതുവഴി പോയെന്ന് അറിയത്തില്ല. അപ്പോഴാണ് MDMA കിട്ടിയത്. ഇനി MDMA വെച്ചിട്ട് നമുക്കങ്ങ് വിട്ടേക്കാം, എല്ലാം ഓക്കെ ആക്കിയേക്കാം, എല്ലാ കുറ്റവും സിന്തറ്റിക് ഡ്രഗ്സ് ആണ്, നിങ്ങളെല്ലാം മനസ്സിലാക്കിയോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കുന്ന എല്ലാ സാധനങ്ങളും സിന്തറ്റിക് ഡ്രഗ്സ് കാരണം ഉണ്ടായതാണ്, ഇക്കാൻ പോയത് എല്ലാം സിന്തറ്റിക് വെച്ചിട്ടാണെന്ന് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ എളുപ്പമായി. ഇങ്ങനെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും എന്താ പറയണ്ടേ, കണ്ണിപ്പൊടിയിട്ടും ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു നാട് നന്നാകത്തില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇനി ഇതെല്ലാം ഞാൻ തന്നെ ശരിയാക്കണമെന്ന് വിചാരിക്കുമ്പോഴാണ് ടെൻഷൻ. ഞാൻ കുറച്ചായിട്ട് ഭയങ്കര ടെൻഷനില്ല. ഇലക്ഷൻ നിൽക്കണം, അത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി ആവണമെന്നാണ്. എനിക്ക് മുഖ്യമന്ത്രി ആകാൻ പറ്റത്തില്ലല്ലോ, അല്ലെ ഈ നാട് നശിച്ചു പോകും. ഈ നാടിന് ഒരേ ഒരു രക്ഷകനേ ഉള്ളൂ. ഞാൻ പാട്ടൊക്കെ ഇറക്കി, എൻ്റെ മ്യൂസിക് ഒക്കെ വന്നിട്ടുണ്ട്. ചെറുത്താൻ ലോക രക്ഷകൻ, ഉലകത്തിന്റെ നായകൻ പാട്ടൊക്കെ ഇറക്കി. എന്നാ തരത്തിലോ നമ്മളെ ഇരിക്കുന്ന ഇരിപ്പിൽ വല്ലതും വന്ന് തലയടിച്ച് പൊട്ടിച്ച് കൊല്ലുമെന്ന്. ഇതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ ചുമ്മാ തമാശയൊക്കെ പറഞ്ഞ് നടക്കാം. അത് എന്നാണ് അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കണ്ട. ഇങ്ങനെയൊക്കെയുള്ള നാട്ടിൽ ജീവിക്കുമ്പോൾ ഏത് സമയത്ത് കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട്, പണം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, അതിനകത്ത് പ്രൊട്ടക്ഷൻ ഉണ്ടോന്ന് വെച്ചാൽ അത് ഒട്ടുമേ ഇല്ല. വെറുതെ പറയും ഭയങ്കര നിയമം, മറ്റേ മാനത്തിനും പണത്തിനും സ്വത്തിനും ഒക്കെ ഞങ്ങൾ സംരക്ഷണം ഉണ്ടെന്ന്. ആരാ? എനിക്കറിയില്ല. പോലീസുകാരെ പേടിച്ചാ ജീവിക്കുന്നത്. ഇമാരൊക്കെ പോലീസുകാർക്ക് പേടിയാന്ന്. അങ്ങനത്തെ കാണുമ്പോൾ ഇവർക്കൊരു പേടി, ഒരു ബഹുമാനമൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഇതാണ് എല്ലാവർക്കും ഒരു പേടിയാ. ഒരു ഭയങ്കര നൊട്ടോറിയസ് ആയിട്ടുള്ള നമുക്ക്, എനിക്കും പേടിയാ, അതുപോലെ അയാൾക്കും പേടിയാ. അത് കാരണം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിയമത്തിന് ക്രിമിനലിനെ പേടിയായ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? വേറെന്താ പറയാനുള്ളത്? അല്ല, വേറൊരു കാര്യം കൂടെ, നമ്മളിപ്പോൾ ഇതിനകത്ത് കാണുന്ന വാർത്തകൾ ശ്രദ്ധിച്ചില്ലേ? ഈ വാർത്ത ഇവരിപ്പോൾ പെട്ടെന്ന് ഹൈലൈറ്റ് ആക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? അത് ഞാനിങ്ങനെ ആലോചിച്ച്, എന്തുകൊണ്ടായിരിക്കും എപ്പോഴും ഈ മരണവും കൊലപാതകവും ഇത് കുറച്ചേ ഉള്ളൂ, ഒരു 3 മാസമേ ഉള്ളൂ കേരളത്തിൽ കൊലപാതകം തുടങ്ങിയിട്ട്. അതിനു മുമ്പ് കൊലപാതകമേ ഇല്ലായിരുന്നു. കുറച്ചാൾ മുമ്പ് വരെ പെണ്ണു കേസാ മൊത്തം. അതിനു മുമ്പ് വേറെ എന്തൊക്കെ രാഷ്ട്രീയ പരിപാടികൾ എന്ന് കുറേ സാധനങ്ങളാണ്. അതിനിടയ്ക്ക് മറ്റേ നമ്മൾ വെറുതെ ഇരിക്കുന്ന ചൈനയെ കുറ്റം പറയും, അമേരിക്കയെ കുറ്റം പറയും, പാകിസ്ഥാനെ കുറ്റം പറയും. ഇപ്പൊ തീവ്രവാദിയൊന്നും ഇല്ലേ? തീവ്രവാദികളൊക്കെ നന്നായി തോന്നുന്നു റോജ സിനിമ കണ്ടിട്ട്. റോജയിലെ ഒരു തീവ്രവാദി മനസ്സ് മാറുന്നൊരു സിനിമയാണല്ലോ. അപ്പൊ അങ്ങനെ എല്ലാ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഇവർ ഈ സിനിമ ഓടിക്കും ഇന്ത്യയിൽ. എല്ലാ ദൂരദർശനിൽ അന്ന് 15 വർഷത്തോളം റോജയാ സിനിമ. ഇൻഡിപെൻഡൻസ് ഡേ നമുക്ക് റോജ കാണാൻ പറ്റും. ഞാനൊരു 10 പ്രാവശ്യം ഈ സിനിമ കാണുകയും ചെയ്തു. അപ്പോൾ ഞാൻ അങ്ങനെയാ തീവ്രവാദം ഇല്ലാതായത്. മനസ്സിലായില്ലേ? ഇൻഫ്ലുവൻസ് ചെയ്തല്ലോ, സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ തീവ്രവാദം ഇല്ലാണ്ടായി. ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങൾ കുറവാണ്. മനസ്സിലായില്ലേ? പിന്നെ വേൾഡ് വാർ 1, 2 അല്ലെ ഇപ്പൊ നടക്കുന്ന പാലസ്തീൻ, ഗാസ, റഷ്യ, ഉക്രൈൻ യുദ്ധങ്ങൾക്ക് കാരണം എന്ന് പറയുന്നത് ബ്ലാക്ക് ഹോക്ക് ഡൗൺ, അങ്ങനത്തെ കുറെ വാർ മൂവീസ് കണ്ടവര്. അപ്പൊ ആ നാട്ടിലെ ആൾക്കാരൊക്കെ ഈ വാർ മൂവീസ് ഒക്കെ കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് യുദ്ധം ചെയ്യുക. മനസ്സിലായോ? അങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതല്ല. എന്നാൽ ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇന്ന് പിന്നെ ഇവർക്ക് അങ്ങ് സ്നേഹം മൊത്തം അങ്ങ് ചൊരിയുന്ന സിനിമ അങ്ങ് സ്ഥിരമായിട്ട് അങ്ങ് ഇറക്കിയ ഈ നാട് നന്നാവും. അങ്ങനെയൊക്കെ പറയാൻ പോയാൽ എന്തോരം നന്നാക്കാൻ പറ്റും. പഠിക്കുന്ന കുട്ടികളെ പറ്റി കഥ പറയുക, നല്ല സ്നേഹമുള്ള, ഇവിടെ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ അങ്ങനത്തെ സിനിമകളാണ്. അത്രയും 10 ലക്ഷം സിനിമയ്ക്കിടയിൽ ഒരു മാർക്കോയും ഒരു മറ്റേ വയലൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പാഴ് പടമൊക്കെ കണ്ടിട്ട്, അത്രയും തറ സിനിമ കണ്ടിട്ട് എല്ലാവരും ഇത് കണ്ടിട്ട് അങ്ങ് ഇൻഫ്ലുവൻസ് ആയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി മൊത്തത്തിനെ ഇത് ഓവർടേക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇത് ആരുടെ കുഴപ്പമാണ്? ഇവിടെ ഉള്ളവരുടെ ടേസ്റ്റ് ഇത് ഒക്കെ കണ്ടു. അപ്പൊ ഞാൻ വാർത്തയുടെ കാര്യം പറയാം. ഈ വാർത്ത പെട്ടെന്ന് ഇങ്ങനെ ആവുക. അതിനു മുമ്പ് വരെ ഇങ്ങനത്തെ വാർത്തയല്ല. അന്ന് ക്രൈം ഉണ്ട്, എല്ലാം നടക്കും. എന്തോരം കൊലപാതകം, ക്രൈം റേറ്റ് നോക്കി കൂട്ടിയിട്ടൊന്നുമില്ല. ഉറപ്പായിട്ടും നമ്മൾ ആ വെബ്സൈറ്റിൽ കയറി നോക്കി കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തേക്കാൾ ചെറിയൊരു ഇങ്ങനെ പോകത്തുള്ളത്. മനുഷ്യൻ്റെ എണ്ണം കൂടുന്ന പോലെ തന്നെ ക്രൈംസിൻ്റെ എണ്ണം കൂടുന്ന പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഈ റേറ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അത് പുറകോട്ടെടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ക്രൈം റേറ്റ്സ് വെബ്സൈറ്റിലുണ്ട്. പോലീസിന്റെ വെബ്സൈറ്റിൽ കഴിഞ്ഞ വർഷം നമ്മുടെ കേസില്ലേ ബാലയുടെ, ആ സമയത്ത് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ 2 കുഞ്ഞുങ്ങളെ അവരുടെ അപ്പം കത്തിച്ച് കൊന്നിട്ട് അതിന്റെ പുറകെ നടക്കുമോ പോലീസുകാർ. അപ്പോൾ അവർ തന്നെ ഇതാക്കി, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കേസ് ഇവിടെ കിടക്കുക, നിങ്ങളെ ഒന്നും എടുക്കാൻ പോകുന്നില്ല, വെറുതെ സമയം കളയുന്നുള്ള രീതി അവർ പറഞ്ഞു. അത് വാർത്ത വന്നില്ല. അന്ന് ആ വാർത്ത വേണ്ട.
എന്നാൽ അതേ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഈ ചാനലുകാരെല്ലാം ആറാട്ടെണ്ണെ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? എന്നെ അവിടെ നിർത്തി ഭയങ്കര പരിപാടി നടത്തുന്നുണ്ട്. ഞങ്ങൾ രാത്രി നിൽക്കുന്ന എല്ലാ മീഡിയ നമ്മുടെ മുഖത്തുണ്ട്. ആ കുഞ്ഞുങ്ങൾ മരിച്ചെടുത്തോട്ട് സ്വന്തം പോയിട്ടില്ല. എല്ലാം നിങ്ങൾ നോക്കൂ. എന്നോട് അന്ന് പോലീസുകാർ അങ്ങനെ പറഞ്ഞ് ഇത് സത്യമായിരിക്കും. ഉണ്ട്, അവർ ഓട്ടം. അന്നൊന്നും ഈ വാർത്തകൾ വലിയ സാധനമില്ല. വാർത്ത എന്ന് പറയുന്നത് അവർ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് നാട്ടുകാരെ പേടിപ്പിക്കാൻ സമയമാകുമ്പോൾ പേടിപ്പിക്കുക, ഇങ്ങനെയുള്ള സാധനങ്ങൾ പറയുക. ഒരു മാധ്യമ ധർമ്മം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ മാധ്യമ അധർമ്മമായതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അമേധ്യമ പ്രവർത്തനം എന്നാണ് ഇപ്പോൾ പറയുന്നത് ഈ പരിപാടി ചെയ്യുന്നവരെ. അവരിങ്ങനെ ഒരു സമയത്ത് ഇത് പൊക്കിക്കൊണ്ട് വന്നേക്കുക. ഇത് പൊക്കുന്നതിൻ്റെ റീസൺ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വയലൻസ് ഉള്ള സിനിമകൾ ഹിറ്റ് ആകുന്നതും അപ്പോൾ റേറ്റിംഗ് കൂടുക. വയലൻസ് കാണാൻ ആൾക്കാർക്ക് എന്തോ താല്പര്യമുണ്ട് ഇപ്പോൾ, എല്ലാവർക്കും ഉണ്ട്. നമ്മളത് 2K മറ്റേ ജെൻസി അങ്ങനെയൊന്നും നോക്കണ്ട. നമുക്ക് ഇളവനൊക്കെ ഇരുന്ന് കാണുക വാർത്ത, ഡെയിലി ഇരുന്ന് എൻ്റർടൈൻമെൻറ്റാണ്. വാർത്ത എൻ്റർടൈൻമെൻറ്റാണ്. ഇപ്പോൾ അത് അവർ BGM ഒക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ അവതരിപ്പിച്ച് ചെയ്യുമ്പോൾ എല്ലാവരും ക്ലിക്ക് ചെയ്യും. ആരെ കൊന്നേ, ഇന്ന് ആരാ ചത്തേ, എത്ര പേരെ കൊന്നു, അയ്യോ ഒരമ്മയെ കൊന്നു കേട്ട പാടെ 5 പേരെ കൊന്നു, ഭയങ്കര കേരളം എങ്ങോട്ടാണ് പോകുന്നത്, ആരായിതാന്ന് പറഞ്ഞുകൊണ്ട് സംസാരിപ്പിക്കുന്ന ഈ കാണുന്നു. അല്ല, ഇതിനു മുമ്പ് ഇവിടെ നടക്കുന്നുണ്ട്, പണ്ട് മുതലേ ഇവിടെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഈ 3 മാസത്തിന് മുമ്പേ കേരളം വളരെ ക്രൈം ഇല്ലാത്തൊരു നാടായിരുന്നു. പെട്ടെന്നൊരു ദിവസം ഇങ്ങനെ സംഭവിച്ചു. കാരണം എന്താണെന്ന് ചോദിക്കുമ്പോൾ MDMA എന്ന് പറഞ്ഞ് ഓരോ ഇത് തെറ്റാന്ന് കാണിക്കുന്നവര്. മൊത്തം പ്രശ്നം കൊണ്ട് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ആ ഒരു എന്റർടൈൻമെന്റ് ഉള്ളത് കൊണ്ട് ക്ലിക്ക് ബൈറ്റ്സ് ആണ് ഇതുപോലത്തെ വാർത്തകൾ ആൾക്കാർ കാണുമെന്ന് അറിഞ്ഞിട്ടാണ് അവർ ഈ സാധനം കൂടുതൽ പൊക്കി വിട്ടേക്കുന്നത്. അല്ലെങ്കിൽ പഴയ പോലെ ഒത്തിരി വാർത്തകളോടെ കാണിക്കാൻ പറ്റും. ഈ വാർത്തക്കാരൊന്നും ഇത് നിർത്തിയാൽ ചിലപ്പോൾ മാർക്കോയേക്കാൾ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് വാർത്തകൾ. കണ്ടോ, ശരിയല്ലേ? പെട്ടെന്ന് ക്രൈം എന്തുകൊണ്ട് കൂടി എന്ന് വെച്ചാൽ അതിനകത്ത് ഒരു കാരണം വാർത്താ ചാനലുകൾ ഇത്തിരി വാർത്തകൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ടാവാനാണ് ചാൻസ്, അല്ലാതെ സിനിമയല്ല. കാരണം റിയൽ ലൈഫിൽ കാണുന്ന ഇത്രയും ആൾക്കാർ ഇപ്പം ഒരു ആത്മഹത്യ ഉണ്ടായാൽ ഒരു വൈബടിക്കും. ഒരു ഭയങ്കര ആത്മഹത്യ നടന്ന ചുറ്റുമാണ് പലരും ആ സമയത്ത് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഈ വാർത്ത കേട്ട് പെട്ടെന്ന് ഒരു ആത്മഹത്യ ടെൻഡൻസി ഉള്ളവർ പോയി ചാടിച്ചാവും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അവർ ഇങ്ങനെ ഇരിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ ഈ മെൻറ്റാലിറ്റി ഉള്ളവൻ ഈ വാർത്ത അങ്ങോട്ട് കേട്ടു, അവിടെ നടന്ന് ഇവിടെ നിന്ന് ഇവനും ഒന്ന് ട്രിഗർ ആവുന്നുണ്ടാവും. അപ്പോൾ ഈ വാർത്തക്കാർ അതിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ സിനിമയെക്കാളിലും? എല്ലാം ഇതിനകത്ത് കാണുന്ന പരിപാടി തന്നെയാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്. ഇപ്പോൾ അത് ശരിയല്ലേ? വാർത്താ ചാനലുകളാണ് ഇവിടെ ക്രൈംസ് ഇപ്പോൾ ഈ കൊലപാതകം കൂട്ടിയത്. അപ്പോൾ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഈ ക്രൈമൊക്കെ ഇപ്പോൾ കണ്ടില്ലേ, എല്ലാവർക്കും വയലൻസ് സിനിമയേക്കാൾ കൂടുതൽ അത് ഇൻഫ്ലുവൻസ് ഉണ്ട്. മാർക്ക് കണ്ടിട്ടൊന്നും അല്ലത്, അല്ലെ അങ്ങനെ സിനിമകൾ കണ്ടിട്ടല്ല, ഇവിടുത്തെ വാർത്തകൾ കണ്ടിട്ടായിരിക്കും ഇനി നമ്മൾ നടക്കുന്ന ഓരോന്നിനും ഉത്തരവാദിത്വം വാർത്താ ചാനലുകാർക്ക്. അവർ ഇതിനെ ഒത്തിരി അങ്ങ് ഹൈലൈറ്റ് ചെയ്യേണ്ട, അത് പോലീസ് നോക്കിയും കണ്ടുമൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടടുത്ത് ചെയ്യാത്തതിൻ്റെ കുഴപ്പവും ഈ പറഞ്ഞ പോലെ പേരൻറ്റിങ്ങും സ്കൂളും ഇതിനകത്താണ് പ്രശ്നം ഇരിക്കുന്നത്. അവിടെ പോയി നോക്കാതെ ഇങ്ങനെ അറ്റത്ത് വന്നിട്ട് ഒരുത്തൻ എന്തോ കാണിച്ചത് കൊണ്ടൊന്നും ഒരു സാധനത്തിനും പരിഹാരമല്ല. ഇപ്പോൾ ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രോഗി അങ്ങേ അറ്റം ചെന്നിട്ടല്ല അത് അന്വേഷിക്കുന്നത്. അവർ അതിന് മുന്നേ തൊട്ടേ പഠിച്ചാലേ അത് നടക്കത്തുള്ളൂ. അതിൻ്റെ രോഗകാരണം കണ്ടെത്തണം. അല്ലാതെ ഈ അവസാനം മരിക്കുന്നതിന് മുമ്പ് കാണിച്ച് എന്തോ സാധനം കണ്ടിട്ട് അവത്തെ കിടന്ന് ഇങ്ങനെ അയാൾ മുറിഞ്ഞു വരുമ്പോൾ അത് ഇതെന്ത് പറയുക, എന്തൊക്കെയോ ചെയ്തിട്ട് ഈ സിംറ്റംസ് മറച്ചിട്ട് കാര്യമില്ല. യഥാർത്ഥ പ്രശ്നം കണ്ടുപിടിക്കണം. രോഗകാരണം കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മൾ നിസ്സഹായരാണ്. ഇന്നേ വരെ ഒരു രോഗത്തിന് മരുന്നും ഇന്ത്യയിൽ ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു അടുത്തൊന്നും. അപ്പോൾ പിന്നെ ഈ രോഗത്തിനും മരുന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓസ്ട്രേലിയ, UK, കാനഡ, അമേരിക്ക ചൈന, കൊറിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള എക്സ്പെർട്ടുകൾ ഇന്ത്യയിലേക്ക് വരുത്തുകയും അവരെ കൊണ്ട് പറ്റും. അല്ലാതെ ഇവിടെ തന്നെ പഠിച്ച് വളർന്നവനെ കൊണ്ട് എന്ത് പറ്റുമെന്നാ പറയുന്നത്? ഇവിടെ തന്നെ പഠിച്ചത് ഈ സ്കൂളിൽ പഠിച്ചവരായി മണ്ടയ്ക്ക് ഇരിക്കുന്ന മൊത്തം അത് നടക്കത്തില്ല. അപ്പോൾ നല്ല രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ കൊണ്ടുവരണം, എന്നാലേ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവൻ എന്തോരം ആലോചിച്ചാൽ എന്ത് കിട്ടുമെന്ന് ഈ പറയുന്നത്. അത് നാം അവിടെ ഇരിക്കുന്നതിന് അവൻ ഇഷ്ടമല്ലാത്തടത്താണ് ഇരിക്കുന്നത്. ആരോ പേരൻസ് നിർബന്ധിച്ച് പഠിപ്പിച്ചുകൊണ്ടെങ്കാണ്ട് അവിടെ എത്തിപ്പെട്ടത്. അവൻ ഇതിന് എന്തോരം ആലോചിക്കാൻ പറ്റുമെന്ന് നമുക്കറിയാം. ഒരിക്കലും കിട്ടത്തില്ല. ഇതിന് ആൻസർ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ പുറത്തുനിന്ന് ആരെങ്കിലും ഇനി വരണം. അല്ലാതെ ഇവിടെ അതുപോലെ തന്നെ ഇപ്പം മുഖ്യമന്ത്രി ഉണ്ട്, പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലോ, അവിടെ എല്ലാം വേറെ രാജ്യങ്ങളിൽ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ഇതേ പൊസിഷൻ ചെയ്യുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് എത്തിയിട്ട് അവർ പറയുന്നോ അല്ലെങ്കിൽ ഇവർ വെറുതെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അവർ ഇംഗ്ലീഷിൽ പറയുകയോ കൊറിയൻ ഭാഷ പറയുകയോ ചെയ്യുമ്പോൾ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നൊരു പരിപാടിയാക്കി മാറ്റിയാൽ ചിലപ്പോൾ ഈ നാട് വന്നു. കാരണം അവർക്കേ അറിയത്തുള്ളൂ ഇത് ചെയ്യാൻ. അവരത് ചെയ്തല്ലോ, നമുക്ക് ചെയ്തിട്ടില്ലല്ലോ. ഇത്രയും കൊല്ലമായില്ലേ. എല്ലാം അഡ്വാൻസ്ഡ് ആണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോൺ അഡ്വാൻസ്ഡ് ആണ്. ലോകത്തുള്ള കാര്യങ്ങളൊക്കെ മൊത്തം നമ്മൾ കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലെന്നല്ലേ ഉള്ളൂ. ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയത്തില്ലെന്നാണ് പറഞ്ഞു ഇവിടെ ഉള്ളവർക്ക്. ഡ്രഗ്സ് ഉപയോഗിക്കാൻ അറിയാത്ത പോലെ തന്നെയാണ്. ഒരിക്കൽ ടെലിഫോണാണ് പ്രശ്നം, മൊബൈൽ ഫോണാണ് ഏറ്റവും വലിയ പ്രശ്നം. ഓർമ്മയുണ്ടോ? ഇവിടെ നടക്കുന്ന മുഴുവൻ പ്രശ്നങ്ങളും കാരണം മൊബൈലാണെന്ന് പറഞ്ഞത്. എല്ലാം കൂടെ മൊബൈൽ കാണുന്നതുകൊണ്ട് പിള്ളേർ
മൊബൈൽ ഇപ്പൊ സൂപ്പറാ. മൊബൈൽ നല്ല, മൊബൈൽ അന്നും നല്ല ഇന്നും നല്ല, അത്രേ ഉള്ളൂ. ഇത് മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അന്നൊക്കെ എന്തുവാന്നു, കുറെ പേര് ആത്മഹത്യ ചെയ്തു, കുടുംബങ്ങൾ നശിച്ചു, അവിഹിതം. ഒരു സമയത്ത് ഓർക്കുന്നില്ല എന്തൊരു അവിഹിതമായിരുന്നു. അച്ഛന്മാര് പീഡിപ്പിച്ചു, മദ്രസാധ്യാപകർ പീഡിപ്പിച്ചു, അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു, പെണ്ണുങ്ങളാരാണ്ട് തുണി മറിച്ച് കളഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തു, കാമുകൻ വീഡിയോ ലീക്ക് ചെയ്തു, അവിടെ വരണം ഇവിടെ വരണം. അന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതുപോലെ പണ്ട് 2014 എന്റെ വീഡിയോ ഉണ്ട് ഇതും പറഞ്ഞുകൊണ്ട് ഈ സാധനം ഉപയോഗിക്കുന്നതിനകത്തുള്ള കുഴപ്പം. അതും ഇന്ത്യ മാത്രമാണ് കേട്ടോ. വേറെ ഏതെങ്കിലും രാജ്യത്ത് ഒരു പെൺകൊച്ച് ഇങ്ങനെ വീഡിയോ എടുത്ത് ലീക്കായ അവൾ ആത്മഹത്യ വരത്തില്ല. ഏതെങ്കിലും രാജ്യത്ത് അങ്ങനെ അത് ചെയ്യേണ്ടി പോലും വരത്തില്ല. കാരണം അവർക്ക് ഇതൊന്നും വേണ്ട, അവർക്ക് നേരിട്ട് ചെയ്യാൻ പറ്റും. അതിനിടെ ഇരുന്നുകൊണ്ട് ഇത്രയൊന്നും ബുദ്ധിമുട്ടത്തില്ല. അവർ സെക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ കാര്യമായിട്ട് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അതിനിടയിൽ ആരുടെ വീഡിയോ കോൾ ചെയ്ത് കിടന്ന് കഷ്ടപ്പെടുന്നു. ഇനി അഥവാ അങ്ങനെയുള്ള കൊണ്ടുവന്നിടത്തിന് കൊടുത്താൽ അവനത് കണ്ടിട്ട് പോവേ ഇവിടുത്തെ അവന് കാമുകയായിട്ട് ചെയ്യാൻ പോകുമ്പോഴാണ് ഇവിടെ ഏതോ അവിടെ തുണി മറിച്ച് കണ്ടോണ്ടിരിക്കും ആരെങ്കിലും. ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഇത്രയും സുലഭമായിട്ട് ഫോണും അതും ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്നിട്ട് കോൺസെപ്റ്റൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട്. ആൾക്കാർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. ഏതെങ്കിലും ലീക്ഡ് വീഡിയോ ഒന്നും കണ്ടിട്ടങ്ങ് വിടും. അല്ലാതെ ഇത് ആരാ എന്താ കിട്ടിയോ ഈ ചോദ്യം ഇപ്പൊ ഉണ്ടോ? കിട്ടിയോ ഒരു സമയത്തുള്ള വലിയ സാധനം കിട്ടിയോ എന്ന് ഒന്നേ ആൾക്കാർ തപ്പി എടുത്തോണ്ട് വരും. അത് വലിയൊരു ക്രെഡിറ്റാ. അതങ്ങ് പ്രചരിപ്പിച്ചില്ലേ ഒരു സമാധാനം കിട്ടരുത്. കണ്ടിട്ട് മിണ്ടായിരിക്കൊന്നുമില്ല. പിന്നെ അവരെ കൊല്ലണം, അവർ ചെയ്തത് ശരിയല്ല, അത് ഭയങ്കര തെറ്റാണ്, എല്ലാം മൊബൈൽ ഫോൺ കൊണ്ടാണെന്ന് പറഞ്ഞ് മീഡിയയൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പള്ളിയിലച്ചന്മാർ ഇറങ്ങും ഉടനെ. ഇവർക്ക് തീരുമാനമില്ലാത്ത ഏറ്റവും മോശപ്പെട്ട ആൾക്കാർ ലോകത്ത് അവന്മാരാ കമന്റ് പറയുന്നത്. ഇപ്പൊ ഏതൊരു മെത്രാനെ പോലെ ഇരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടു, ഒരു കിളവൻ വിവരദോഷി. അവൻ പറയുക മദ്യവും മയക്കുമെന്നാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. എളുപ്പമായില്ലേ? മോഹൻലാലിന്റെ ഒരു വീഡിയോ ഉണ്ട്, അക്രമം ഒന്നിനും പരിഹാരമല്ല. പിന്നെ എന്താണ് പരിഹാരം? നീ അത് പറഞ്ഞിട്ട് പറഞ്ഞ വല്ല വിളക്ക് കത്തിക്കാനൊക്കെ പറയും വേണേ അയാളൊക്കെ. അത്രയും മണ്ടന്മാരുടെ കമന്റ്സ് അല്ലെങ്കിൽ ഇത്രയും മണ്ടന്മാരുടെ ഇടപെടലുകൾ, ഇതൊന്നും ഒരിക്കലും ഇവർക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന, ഇവർക്ക് അറിയാവുന്ന ഒരു ഏരിയ പോലും അല്ലാത്തടത്തു നിന്നുള്ള ആൾക്കാരുടെ ഇപ്പൊ എന്തിനും പറ്റിക്കഴിഞ്ഞാൽ സിനിമയുടെ കമന്റ് പറയുന്നത് ഇവൻ ആരാ? അങ്ങനെ നല്ലൊരു കമന്റ് നമുക്ക് കേൾക്കണ്ടേ? ഞാനത് ആഗ്രഹിക്കുന്നില്ല. ഈ പൊട്ടനെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് ചോദിക്കേണ്ട ചോദ്യം അല്ല ഇത്. അപ്പൊ അവരിരുന്ന് ഓരോന്നൊക്കെ പറയാൻ തുടങ്ങും. മോഹൻലാൽ എന്നിട്ട് പറയാ അക്രമം ഒന്നിനും പരിഹാരമല്ല, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. അതറിയാം, എന്നാ പിന്നെ പരിഹാരം പറഞ്ഞിട്ട് പോടാ എന്ന് നമ്മൾ പറഞ്ഞാൽ പറയും അയാള് മോശമായിട്ട് പെരുമാറി നീ ഇപ്പൊ മനസ്സിലായോ? ഏറ്റവും വലിയ മണ്ടത്തരം കാണിക്കുന്ന ആളോട് എന്നിട്ട് ഒരു ചോദ്യം ചോദിക്കരുത്. മോഹൻലാലിനോട് ഒരു ചോദ്യം ചോദിക്കാൻ പാടില്ല കേരളത്തിൽ മീഡിയകൾ, പ്രത്യേകിച്ച് ഇങ്ങനത്തെ സോഷ്യൽ ഇഷ്യൂസ് വരുമ്പോഴോ എന്തെങ്കിലും നടക്കുമ്പോഴോ. കാരണം അയാൾക്ക് അതിനുള്ള ഒരു അറിവുള്ള ആളല്ല. പറഞ്ഞു കൊടുത്താൽ പോലും ശരിക്കും പറയുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. അയാളോടൊക്കെ ചോദിക്കുന്ന അയാളൊക്കെ വന്നിട്ട് ഇന്ന് വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ആര് കേൾക്കാനാ? പട്ടാളത്തിലോട്ട് ചേർക്കാൻ പോകാന്ന് പറഞ്ഞാൽ വേണലാക്കി അവമാനിച്ചു. ഇപ്പം വേണ്ട ഒബേസിറ്റിക്ക് ക്യാമ്പയിൻ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവമാനിച്ചു മോഹൻലാലിനെ. അതുപോലെ വിനിംസവനം വല്ല ആണെന്നതിന് രസം ഉണ്ടാകുന്നു. അയാൾക്ക് നല്ല പ്രായമുള്ളൊരു നല്ല ഫിറ്റ് ബോഡി ആയിട്ടൊരു മനുഷ്യൻ നടപ്പുണ്ട്. കഴിഞ്ഞിടയ്ക്ക് അയാളുടെ ഒരു ഷോ എനിക്ക് ഒരാൾ അയച്ചു തന്നെ, എന്നാ ബോഡി അങ്ങനെയുള്ളവരൊക്കെ കാണിച്ചിട്ട് പ്രചോദനമാകണം. ഇയാളെ കണ്ടെന്ന് പ്രചോദന ജിമ്മിൽ പോയി ഫോട്ടോഷൂട്ട് നടത്തുന്ന ആളെയൊക്കെയാണ് പിടിച്ചോണ്ടിരുന്നത്. അതുമല്ല ഏറ്റവും അതിനൊട്ടും പ്രാപ്തമല്ലാത്ത ആളാണ് കേട്ടോ. കാരണം കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇയാൾ ജിമ്മിൽ പോകുന്നോട്ട് പറയുന്നുണ്ട് ഇയാളുടെ ബോഡി ശരിയാകുന്നില്ല. ജിം ട്രെയിനറിന്റെ കുഴപ്പമാണോ, എക്യുപ്മെന്റ്സിന്റെ കുഴപ്പമാണോ, ഇയാൾ കഴിക്കുന്ന ഫുഡിന്റെ കുഴപ്പമാണോ, അതോ ഇയാളുടെ ബോഡി സ്ട്രക്ചറിന്റെ കുഴപ്പമാണോ, എന്തും ആയിക്കോട്ടെ, അയാളുടെ ശരീരം ശരിയായിട്ടില്ല. ഇത്രയും പോലും ജിം പിടിക്കേണ്ട ഒരു മനുഷ്യൻ ഫിറ്റ് ആവാനായിട്ട്, അല്ലെങ്കിൽ ബോഡി ബിൽഡറായി മാറിയാൻ ഈ നേരം കൊണ്ട് ഇങ്ങനെ ഉരുട്ടി വന്നേനെ. അതൊന്നും നടന്നിട്ടില്ലെന്ന് വരെ അറിയാവുന്ന ഒരാളെ പിടിച്ചിട്ട് ഇതിന് ഏർപ്പാടാക്കാവോ? അയാൾക്ക് അത് ചെയ്യാൻ അറിയത്തില്ലല്ലേ? അയാളെ നടക്കത്തില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ട് വെക്കാവോ? വേറെ ഒരു മനുഷ്യനും ഇന്ത്യയിൽ ഇല്ലാത്ത പോലെ കേരളത്തിലെ നാണം കെടുത്തുക. ആ സെൻട്രൽ ഗവൺമെന്റ് BJP ആണ്. BJP സർക്കാർ കേരളത്തെ അവമാനിക്കുന്നേ കാണുന്നു. മോഹൻലാലിനെ പോലെ ഒരാളെ കേരളാക്കി വെച്ചിട്ട് അവമാനിച്ചു. ഇപ്പൊ ഇയാളെ പിടിച്ച് ഇത് കൊടുത്ത് അവമാനിച്ചു, പത്മഭൂഷൺ കൊടുത്ത് അവമാനിച്ചു, പത്മശ്രീ കൊടുത്ത് അവമാനിച്ചു. അങ്ങനെ നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അല്ലെ കൊള്ളാൻ ആൾക്കാർ ഈ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ടാണ്. ഇതിനകത്തൊരു അജണ്ട ഉണ്ട്. അപ്പൊ ശരി.